നമ്മുടെ കർത്താവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ വളരെ വിനയത്തോടെ വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഉറപ്പിച്ചതുപോലെ ഞങ്ങൾ ഇന്ന് മറ്റൊരു സ്ഥലത്താണ്. കാനഡയിൽ തന്നെ കാൽഗറി എന്ന് പറയുന്ന സ്ഥലത്താണ്. കഴിഞ്ഞ ആഴ്ച ടൊറന്റോയിലായിരുന്നു. അവിടെ നിന്ന് ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ഞായറാഴ്ച രാത്രി 4 മണിക്കൂർ യാത്രയാണ് ഇവിടേക്കുള്ളത്. യാത്ര ചെയ്ത് ക്ഷേമത്തോടെ കർത്താവ് ഇവിടെ എത്തിച്ചു, ക്ഷേമമായിട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ആവശ്യമായ കൃപ ലഭിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് വിശുദ്ധ അന്ത്യയുദ്ധം എന്ന നിലയിലാണ്. അത് ഹർമഗദോനിൽ വെച്ച് നടക്കുന്ന രണ്ടാമത്തെ യുദ്ധമാണ്. ആദ്യ യുദ്ധത്തിൽ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടി ഇസ്രായേലിനെ ആക്രമിക്കുകയും ഇസ്രായേൽ തകർന്ന് തരിപ്പണമാകുകയും ചെയ്തു. തുടർന്ന് അവരുടെ തെറ്റ് ബോധ്യപ്പെട്ട് പശ്ചാത്തപിച്ച് നിലവിളിച്ചതിന്റെ ഫലമായി നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് സ്വർഗീയ സൈന്യങ്ങളുമായി, ആ സൈന്യത്തിൽ ദൈവസഭയും ദൂതഗണങ്ങളും ഉണ്ട് എന്ന് നമ്മൾ ഓർത്തു, സ്വർഗത്തിൽ നിന്ന് വെള്ള കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് യഹോശാഫാത്തിൽ എത്തുകയാണ്. യഹോശാഫാത്ത് എന്ന് പറയുന്ന സ്ഥലം ഹർമഗദോൻ തന്നെയെന്ന് ചിന്തിക്കുന്നതാണ് നല്ലത്. ചില കാര്യങ്ങളിൽ നമുക്ക് അധികം വ്യക്തത ബൈബിളിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ സങ്കല്പിക്കാനും മനസ്സിലാക്കാനേ പറ്റൂ. ഹർമഗദോനിൽ എത്തുന്നു, അവിടെയാണ് ന്യായവിധി നടക്കുന്നത്. അവിടെ വെച്ച് വീണ്ടും ഒരു സൈഡിൽ നമ്മുടെ കർത്താവും, അത് ഇസ്രായേലിന് വേണ്ടിയാണ്. മറു സൈഡിൽ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ. കർത്താവിന്റെ വായിൽ നിന്നുള്ള വാള് അഥവാ വചനത്തിലൂടെയുള്ള കൽപ്പന പുറപ്പെടുകയും അവർ തമ്മിൽ വെട്ടി ചാകുകയും ചെയ്യുകയാണ്. തത്ഫലമായി കുതിരയുടെ കടിവാളങ്ങളോളം ഉയരത്തിൽ 200 നാഴിക ദൂരത്തിൽ രക്തപ്പുഴ ഒഴുകത്തക്കവണ്ണമുള്ള സംഹാരം നടന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. അത് വിശുദ്ധ യുദ്ധമെന്ന് നമ്മൾ പറയാനുള്ള കാരണം, ഒരു സൈഡിൽ വിശുദ്ധനായ ദൈവമാണ്, കർത്താവാണ്. മറു സൈഡിൽ ലോകരാഷ്ട്രങ്ങൾ മുഴുവനാണ്, ഇസ്രായേൽ ഒഴികെയുള്ള സകല ലോകരാഷ്ട്രങ്ങളും. മറ്റൊന്ന്, അതിനെ അന്ത്യയുദ്ധം നമ്മൾ പറയാൻ കാരണം ഇനിയൊരു യുദ്ധം ഇല്ല എന്നുള്ളതാണ്. ഇനി നമ്മളത് പഠിക്കുന്നുണ്ട്. ഗോഗ് മാഗോഗ് യുദ്ധത്തിനായി വരുന്നതും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് കൂടുതലായിട്ട് ചിന്തിക്കാം. അങ്ങനെ ഒരു യുദ്ധം ഇല്ല എന്നും കൂടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓർക്കുകയുണ്ടായി. അങ്ങനെ ആ യുദ്ധത്തിന് ശേഷം നമ്മുടെ കർത്താവ് ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട്. ആ സിംഹാസനത്തിന്റെ പേര് തേജസിന്റെ സിംഹാസനം എന്നാണ്, അഥവാ റോയൽ ത്രോൺ ജഡ്ജ്മെന്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. നമുക്ക് ആ വാക്യം വായിച്ചുകൊണ്ട് തുടങ്ങാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് തേജസിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് നടത്തുന്ന ന്യായവിധികളെ പറ്റിയാണ്. അപ്പൊ അതെല്ലാവരും, ഞാൻ വളരെ സ്ലോ ആയി തന്നെ പറയാൻ ശ്രമിക്കുന്നത്. എനിക്ക് തന്നെ എൻ്റെ ഹൃദയത്തിൽ തോന്നി, വേഗമൊക്കെ പറഞ്ഞു പോയാൽ അതൊന്നും നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് വളരെ സ്ലോയിൽ പറയാവുന്നിടത്തോളം പറയാം എന്ന് വിചാരിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ആ നിലയിൽ വളരെ സ്ലോ ആയിട്ട് പറയുന്നത്. അപ്പോൾ തേജസിന്റെ സിംഹാസനം വെച്ച് ഈ യുദ്ധം കഴിഞ്ഞ ശേഷം, യുദ്ധം 30 ദിവസത്തോളം നീണ്ടു നിൽക്കുമെന്ന് നമ്മൾ ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് ഓർക്കുകയുണ്ടായി. യുദ്ധം അങ്ങോട്ട് കഴിയുന്നതിന് പിന്നാലെ നമ്മുടെ കർത്താവ് തേജസിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കൊരു വാക്യം വായിച്ചു തുടങ്ങാം. പലപ്പോഴും വായിച്ചതാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31-ാമത്തെ വാക്യം. മത്തായി 25:31. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. മതി. നമ്മുടെ കർത്താവ് സകല മഹത്വത്തോടും, അതൊക്കെ നമ്മൾ കണ്ടു, സകല മഹത്വത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന്
ആ വെള്ള കുതിരപ്പുറത്ത് വന്ന് ഒലിവുമലയിൽ വന്ന് അവിടെ കാല് ചവിട്ടി ഒലിവുമല പിളർന്നു. അവിടെ നിന്ന് പടിഞ്ഞാറെ ഭാഗത്തേക്ക് വലിയ ഒരു സംഘമാണ് പടിഞ്ഞാറ് വശത്തേക്ക് ഇറങ്ങി കെദ്രോൻ തോട് ക്രോസ് ചെയ്ത് ഗോൾഡൻ ഗേറ്റിലൂടെ യെരുശലേമിലേക്ക് പ്രവേശിച്ച് യഹോശാഫാത്ത് അഥവാ ഹർമഗദോൻ എന്ന സ്ഥലത്ത് വന്ന് ലോകരാഷ്ട്രങ്ങളോട് യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തി കഴിഞ്ഞ ശേഷം നമ്മുടെ കർത്താവ് അവിടെ ഒരു സിംഹാസനം വെച്ച് ഇരിക്കും എന്നുള്ളതാണ്. ആ സിംഹാസനത്തിൽ ഇരുന്നാണ് ഇനിയുള്ള ന്യായവിധി നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ എവിടെയാ ഇരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. അത് റോയൽ ത്രോണിലാണ്, തേജസിന്റെ സിംഹാസനത്തിലാണ്. ഏത് സ്ഥലത്താണെന്നുള്ളത് യോവേൽ 3:12 നമ്മൾ പലപ്പോഴും വായിച്ചതായതുകൊണ്ട് ഇപ്പോൾ ആവർത്തിക്കുന്നില്ല. ഇനി അത് വായിക്കേണ്ടി വരും. യഹോശാഫാത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ജാതികൾ ഉണർന്ന് യഹോശാഫാത്തിലേക്ക് വരട്ടെ, അവിടെ വെച്ച് ന്യായവിധി നടത്തുമെന്ന നമ്മൾ ഓർക്കുകയുണ്ടായി. യഹോശാഫാത്ത് എന്നുള്ള ഒരു സ്ഥലം നമുക്ക് യെരുശലേമിൽ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവദാസന്മാര് ന്യായവിധി സ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം. ന്യായം വിധിക്കാൻ ഇരിക്കുന്ന സ്ഥലം ഏതോ അവിടെ, അത് ഹർമഗദോൻ തന്നെ ആകാനാണ് സാധ്യതയെന്ന് അധികം പേരും പറയുന്നു. നമുക്കും അതിനോട് യോജിക്കാം. ഹർമഗദോനിലായിരിക്കും അവിടെ സിംഹാസനം വെച്ച് ഇരിക്കുന്നു. ഇനിയും ആരെല്ലാം ഇരിക്കുമെന്ന് നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. അതും നേരിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. നമുക്ക് വായിക്കാം ആരെല്ലാം ഇരിക്കും എന്നുള്ളതിന്. ഒന്ന് നമ്മളിപ്പോ കണ്ടു, കർത്താവാണ് ആ മെയിൻ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. അത് നമ്മൾ കണ്ടു. കൂടെ ആരെങ്കിലും ഇരിക്കുമോ, ആരൊക്കെ ഉണ്ട് എന്ന് അറിയാനായിട്ട് വെളിപ്പാട് 20:4 നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4-ാം വാക്യം. അല്പം വലിയ വാക്യമാണ്, വായിക്കാം. ഞാൻ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരിക്കുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരിക്കുന്നവരുമായ അവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. മതി, നമ്മൾ അതിന്റെ മുഴുവൻ ഭാഗം ഇപ്പൊ എടുക്കുന്നില്ല. ആദ്യ ഭാഗം മാത്രം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ തേജസ്സിന്റെ സിംഹാസനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഒരു ന്യായാസനമല്ല, ന്യായാസനങ്ങൾ എന്ന് ബഹുവചനത്തിൽ പറയുന്നുണ്ട്. ധാരാളം ന്യായാസനങ്ങളുണ്ട്. അപ്പൊ അതിൽ ആരാണ് ഇരിക്കുന്നതെന്നൂടെ പറഞ്ഞിട്ടില്ല. ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്കെന്നുമാണ്. അപ്പൊ ന്യായാസനത്തിൽ ഒരാളല്ല, കുറെ പേരുണ്ട്. ന്യായമായിട്ടും അത് ആരായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കർത്താവാണ് റോയൽ ത്രോണിൽ ഇരിക്കുന്നത്, തേജസ്സിന്റെ സിംഹാസനത്തിൽ. കൂടാതെ കുറേ ന്യായാസനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ ആരായിരിക്കും ഇരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് ദൈവം പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്, ദൈവവചനം തന്നിട്ടുണ്ട്, നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന സഭ. എന്തുകൊണ്ടാണ്? നമ്മളിപ്പോൾ കാന്തയാണ്. മണവാട്ടി എന്നതിനും അപ്പുറം വിവാഹമൊക്കെ കഴിഞ്ഞു. സാധാരണ നമ്മൾ ആ പേര് ഉപയോഗിക്കാറില്ലെങ്കിലും ഞാൻ സൗകര്യത്തിന് വേണ്ടി അങ്ങ് ഉപയോഗിക്കാം. ഭാര്യയാണ്, കർത്താവിന്റെ ഭാര്യ എന്ന നിലയിൽ സഭാംഗങ്ങൾ മുഴുവൻ അവർക്കെല്ലാം അവിടെ ന്യായാസനം ഉണ്ടെന്നുള്ളതാണ്. അപ്പം പിന്നെ നമ്മൾ ഓർത്തതുണ്ടല്ലോ, 1 തെസ്സലോനിക്കർ 4:17 ഒടുവിൽ നമ്മൾ ഓർത്തു, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. കർത്താവ് വന്നു മധ്യാകാശത്തിൽ നമ്മളെ ചേർത്ത് കഴിഞ്ഞാൽ കർത്താവും നമ്മളും പിന്നെ 2 സ്ഥലത്തല്ല, കർത്താവിനോട് കൂടെ നമ്മൾ അങ്ങ് ഇരിക്കുകയാണ്. കർത്താവ് നമ്മളും കൂടെയാണ്, ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ കർത്താവ് മെയിൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ചുറ്റും ധാരാളം സിംഹാസനങ്ങളുണ്ട്, അതിൽ നമ്മളും കൂടെയാണ് ഇരിക്കുന്നത്. ഇനി എന്തിനാ ഇരിക്കുന്നത്? ന്യായം വിധിക്കാനാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ നമ്മളത് ചിന്തിച്ചു. 1 കൊരിന്ത്യർ 6:2 വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലോകത്തെ വിധിക്കാൻ, അത് കൂടാതെ ഇനി ഭരിക്കാൻ ഒക്കെയുള്ള അവകാശം ഈ കൃപായുഗത്തിൽ രക്ഷിക്കപ്പെട്ടത് മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന ഭാഗ്യങ്ങൾ എത്ര വലുതാണെന്ന് നമ്മൾ ഓർക്കുകയാണ്.
നമുക്ക് ലോകത്തെ വിധിക്കാൻ കർത്താവിനോട് കൂടെ ആ ജഡ്ജിങ് പാനലിൽ ഇരിക്കാൻ ഇടയാകുന്നു. അപ്പോൾ മെയിൻ സീറ്റിൽ കർത്താവ് ഇരിക്കുന്നു, കർത്താവിനോട് ചേർന്ന് ജഡ്ജിങ് പാനൽ നമ്മളെല്ലാം ഉണ്ട് എന്നുള്ളതാണ് ആ സിംഹാസനങ്ങൾ എന്നതിൽ നിന്ന് കാണുന്നത്. പിന്നെ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചിന്തിച്ചു, കർത്താവ് അവിടെ ഇരുന്ന് ന്യായം വിധിക്കുമ്പോൾ തന്റെ കാന്തയായി നമ്മൾ കൂടെ ഇരിക്കുന്നെങ്കിലും നമ്മളോട് ആലോചനയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, നമ്മുടെ അഭിപ്രായം അറിയേണ്ട കാര്യവുമില്ല, നമുക്കും അങ്ങനെ താല്പര്യമില്ല. കാരണം നമ്മുടെ കർത്താവ് സർവജ്ഞാനിയാണ്. നമ്മുടെ ഭർത്താവായ കർത്താവ്, ഞാൻ ആ പദമൊക്കെയാണ് ഉപയോഗിക്കുക കേട്ടോ, നമ്മുടെ ഭർത്താവായ കർത്താവ് സർവജ്ഞാനിയാണ്. തനിക്കൊരു ആലോചന കൊടുക്കാനോ തനിക്കൊരു ബുദ്ധി ഉപദേശം കൊടുക്കാനോ നമുക്ക് യാതൊരു വിധമായ അറിവോ യോഗ്യതയോ ഒന്നുമില്ല. പക്ഷെ നമുക്കൂടെ തന്നോട് കൂടെ ഇരിക്കാൻ, ജഡ്ജിങ് മേൽ ഇരിക്കാനുള്ള ഭാഗ്യ പദവി തരുന്നു എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് എടുക്കുന്ന തീരുമാനമെല്ലാം നമ്മുടെ തീരുമാനമാണ്, നമുക്കതിന് വ്യത്യസ്ത അഭിപ്രായമില്ല. അതുകൊണ്ട് കർത്താവും നമ്മളും ഒരുമിച്ചാണ്, ഭാര്യയും ഭർത്താവും ഒന്ന് എന്ന നിലയിൽ ഒരുമിച്ചാണ് ആ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ ചിന്തിച്ചത്, ഇരിക്കുന്നത് തേജസ്സിന്റെ സിംഹാസനത്തിൽ, അതിൽ ചുറ്റുപാടും ധാരാളം സിംഹാസനം, കർത്താവ് മെയിൻ സീറ്റിൽ ഇരിക്കുന്നു, കൂടെ നമ്മളെല്ലാം ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി നമ്മൾ എന്തിനാണ് ഇരിക്കുന്നത് എന്ന് നോക്കാനായിട്ട് പോവാം. എന്തിനാ ഇരിക്കുന്നത് നമുക്കറിയാം, എങ്കിലും ചില വാക്യങ്ങൾ ഒന്ന് നോക്കിയേക്കാം. ആദ്യം നമ്മൾ വായിക്കേണ്ടത് യോവേൽ പ്രവചനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. യോവേൽ 3:1-2. യോവേൽ: ഞാൻ യഹൂദയുടെയും യെരുശലേമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എന്റെ ജനം നിമിത്തവും എന്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. അവിടെ നമ്മൾ കണ്ടല്ലോ, യെരുശലേമിന്റെയും യഹൂദയുടെയും എന്നൊക്കെ പറഞ്ഞ രണ്ടും യെരുശലേമിനെ ഉദ്ദേശിച്ചാണ്. അതിന്റെയും ഡീറ്റെയിലേക്ക് പോകേണ്ടതില്ലല്ലോ. കാരണം ശൗലും ദാവീദും ശലോമോനും ഇസ്രായേലിനെ ഒരുമിച്ചാണ് ഭരിച്ചത്, യഹൂദയെ ഒരുമിച്ചാണ് ഭരിച്ചത്. എന്നാൽ ശലോമോന് ശേഷം രാജ്യം രണ്ടായിട്ട് വിഭജിക്കുകയും യെരുശലേം എന്നും യഹൂദ എന്നും രണ്ടായിട്ട് തിരിഞ്ഞത് നമുക്കറിയാം. അതുകൊണ്ടാണ് ആ പ്രയോഗം എന്നുള്ളതേ ഉള്ളൂ, യെരുശലേം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ യെരുശലേമിന്റെ സ്ഥിതി മാറ്റാൻ പോവാം. പ്രൈസ് ദി ലോർഡ്. എന്തായിരുന്നു യെരുശലേമിന്റെ ഇതുവരെയുള്ള സ്ഥിതി? അത് അവർ ദൈവത്തെ മറന്നു ജീവിക്കുന്നു, അനുസരണം കെട്ട് ജീവിക്കുന്നു, ഭയപ്പെടാതെ ജീവിക്കുന്നു. അത് മുഖാന്തരം അവർ അനുഭവിച്ച ശിക്ഷകൾ നമുക്കറിയാം. എന്നാൽ ഇപ്പൊ അവരുടെ സ്ഥിതി മാറ്റാൻ പോവാ. എന്തുകൊണ്ട് സ്ഥിതി മാറ്റുന്നു? അതിന്റെ കാരണം അവർക്ക് മാനസാന്തരപ്പെട്ടു എന്നുള്ളതാണ്. അവർ തെറ്റ് തിരുത്തി നിലവിളിച്ചു പശ്ചാത്തപിച്ചു നെഞ്ചത്തടിച്ച് മടങ്ങി വന്നിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ സ്ഥിതി മാറ്റാൻ പോവാ. നമ്മുടെ പ്രായോഗിക ജീവിതത്തിലെ ആപ്ലിക്കേഷൻസും നമ്മൾ പറയണമല്ലോ. ഈ സംഭവം പഠിച്ചാൽ മാത്രം പോരല്ലോ. അതുകൊണ്ട് ഞാൻ പറയാണ്, നമ്മളും കർത്താവിനെ മറന്ന് ജീവിച്ചാൽ നമുക്ക്, പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തോന്നില്ല, ഞാൻ കർത്താവിനെ മറന്നല്ല ജീവിക്കുന്നത്, കർത്താവിനെ സ്നേഹിച്ചാണ് ഞാൻ എന്ന് പതിവായിട്ട് ആരാധനയ്ക്ക് പോകുന്നു, ബൈബിൾ സ്റ്റഡിയിൽ സംബന്ധിക്കുന്നു, പാട്ട് പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് അങ്ങനെ തോന്നണ്ട. നമ്മളൊക്കെ ഇനിയും കുറെ കൂടെ തിരുത്താനുണ്ട്. ദൈവാത്മാവ് ഈ നാളുകളിൽ, ഞാനിപ്പോൾ നാട്ടിലില്ലാത്തത് കൊണ്ട് കുറേ പ്രാർത്ഥിക്കാനുള്ള സമയം ദൈവം തരിക, കുറേ സമയം, മണിക്കൂറുകൾ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, തെറ്റുകൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമുക്കങ്ങ് തോന്നുകയാണ് ഞാൻ കുഴപ്പമില്ല, നന്നായി പോകുന്നു എന്ന്. പക്ഷെ അങ്ങനെയല്ല. ദൈവത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇനിയും തിരുത്തപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. അത് നമ്മൾ തിരുത്തിയേ പറ്റൂ. അത് നമ്മൾ തിരുത്തുന്നത് വരെ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, വിവിധ നിലകളിൽ, ഏതെന്നില്ല, വിവിധ നിലകളിൽ. എന്നാൽ ആ സ്ട്രഗിളൊക്കെ മാറി നമ്മുടെ സ്ഥിതി മാറണമെങ്കിൽ, സ്ഥിതി മാറ്റപ്പെടണമെങ്കിൽ ഒരു സമ്പൂർണ്ണ മാനസാന്തരം, സമർപ്പണം നമുക്കുണ്ടായേ പറ്റൂ. അപ്പോൾ സ്ഥിതി മാറ്റും. നോക്കുക, ഇസ്രായേലിന്റെ സ്ഥിതി മാറ്റുന്ന നാള്. അപ്പൊ ഈ സിംഹാസനത്തിൽ വന്നിരുന്ന് ഇപ്പൊ തന്നെ സ്ഥിതി മാറി തുടങ്ങി. അവർക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്തു. അവരോട് യുദ്ധം ചെയ്തവരെയും അവരെ വിഷമിപ്പിച്ചവരെയും പരാജയപ്പെടുത്തി തോൽപ്പിച്ചു കഴിഞ്ഞു. ഇനി അവരുടെ നല്ല കാലമാണ്, ഇസ്രായേലിന്റെ ശേഷിക്കുന്നവരുടെ നല്ല കാലമാണ് ഇനി വരാൻ പോകുന്നത്. സ്ഥിതി മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ മാറ്റുന്ന കാലത്ത് ഞാൻ യഹോശാഫാത്തിൽ ഇരിക്കും. അപ്പൊ കർത്താവ് ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നു, നമ്മളും ഇരിക്കുന്നു.
ചുറ്റുമുള്ള സകല ജാതികളെയും ഞാൻ അവിടെ കൂട്ടി വരുത്തും. ചുറ്റുമുള്ള സകല ജാതികൾ എന്ന് പറയുമ്പോൾ ഓർക്കണം, ഇസ്രായേൽ എന്ന് പറയുന്ന, യെരുശലേം എന്ന് പറയുന്ന സ്ഥലം ലോകത്തിന്റെ നടുവിലാണുള്ളത്. അതുകൊണ്ടാണ് അവിടുത്തെ ആ കടലിനെ വിളിക്കുന്നത് മെഡിറ്ററേനിയൻ കടൽ, മധ്യധരണിയാഴിക്കടൽ എന്നാണല്ലോ മലയാളത്തിൽ നമ്മൾ പറയുന്നത്. എന്ന് പറയുമ്പോൾ അപ്പോൾ ലോകത്തിന്റെ, ഭൂമിയുടെ നടുവിലാണ് യെരുശലേമിന്റെ സ്ഥാനം. യെരുശലേമിലാണ് ആര് താമസിക്കുന്നത്? യഹൂദന്മാർ. നമ്മൾ ഓർത്തു, യഹൂദന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗത്ത് ചെതറിക്കിടക്കുന്നു, ഇന്നും ചെതറിക്കിടക്കുന്നു. പക്ഷേ എതിർക്രിസ്തു ഭരണം തുടങ്ങുമ്പോൾ അവരെ എല്ലാം യെരുശലേമിൽ കൊണ്ടുവരും. പിന്നെ സകല യഹൂദന്മാർ, ഇപ്പം കേരളത്തിൽ 4 പേരാ ഇനി ഉള്ളത് പറയുന്നു, ആ 4 പേരും പോവും, അവരും പോവും. ലോകത്തിന്റെ എവിടെല്ലാം അങ്ങനെയുണ്ടോ അവരെല്ലാം ഈ യെരുശലേം വരും. അപ്പം യെരുശലേമിൽ ഈ സിംഹാസനം വെക്കുമ്പോൾ ഇനി ചുറ്റുമുള്ള ജാതികൾ, ലോകത്തിലെ സകല മനുഷ്യരെയും ന്യായം വിധിക്കാൻ പോവാ. അവരെ അവിടെ കൂട്ടി വരുത്തുമെന്നാണ് പറയുന്നത്. ലോകത്തിലുള്ളവരെല്ലാം അവിടെ വരണമെന്നില്ല, ചുറ്റുമുള്ളവരെ. നമ്മളെ ദൈവം സർവ വ്യാപിയാകയാൽ തനിക്ക് അവിടെ ഇരുന്നു കൊണ്ട് ചുറ്റുമുള്ള ജാതികളെ മുഴുവൻ ന്യായം വിധിക്കാനായിട്ട് പറ്റും. എന്നാൽ യെരുശലേമിനോടുള്ള ബന്ധത്തിൽ പ്രവർത്തിച്ച കുറെ പേരുണ്ട്, അവരവിടെ തൊട്ടടുത്തുണ്ട്. യെരുശലേം നിവാസികളോടുള്ള ബന്ധത്തിൽ നമ്മൾ തുടർന്ന് പഠിക്കും. എന്നാൽ സകലരെയും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ന്യായം വിധിക്കാനായിട്ട് കർത്താവിന് പറ്റുമെന്നും കൂടെ ഓർക്കണം. അല്ലാതെ എല്ലാവരെയും അങ്ങ് യെരുശലേമിൽ കൊണ്ടുവരാനോ എല്ലാവർക്കും കൂടെ യെരുശലേമിൽ വന്ന് നിൽക്കാനുള്ള സ്ഥലവും സൗകര്യവും ഇല്ല, അതിന്റെ ആവശ്യവുമില്ല. കർത്താവ് സർവജ്ഞാനിയും സർവ്വവ്യാപിയുമാകയാൽ തനിക്കത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തിനാ ഇരിക്കുന്നത്? ലോകത്തിലെ സകല ജാതികളെയും അവരോട് വ്യവഹരിക്കുമെന്നാണ് യോവേൽ പറയുന്നത്. എന്ന് വെച്ചാൽ അവരോട് കണക്ക് ചോദിക്കുകയും കണക്ക് പറയിപ്പിക്കുകയും അവരെ ന്യായം വിധിക്കുകയും അവിടെ ഇരുന്ന് പല കാര്യങ്ങൾ ചെയ്യും. അതൊക്കെ നമ്മൾ ഇനി ഓരോന്നോരോന്നായിട്ട് നോക്കാനായിട്ട് പോവുകയാണ്. കുറെ പേരെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിപ്പിക്കും, കുറെ പേരെ പിന്നെ നരകത്തിലേക്ക് ഇടും. ഇതൊക്കെ ചെയ്യാനായിട്ട് പോവാണ്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, സിംഹാസനത്തിൽ ഇത് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തിനാ ഇരിക്കുന്നത്? അതാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്. അത് ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കുക എന്നുള്ളതാണ് കർത്താവിന്റെ പ്രധാനമായ ഉദ്ദേശം. അതോട് ചേർന്ന് യഹൂദന്മാരുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് തുടർമാനമായി ചിന്തിക്കാം. ഇനിയും വാക്യങ്ങളൊക്കെ നമുക്ക് വായിക്കാവുന്നതേ ഉള്ളൂ. ഒരു വാക്യം കൂടെ വായിച്ചേക്കാം. യൂദയുടെ ലേഖനം 15-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. നമ്മൾ പലപ്പോൾ വായിച്ചതാ, എന്നാലും ഒന്ന് വായിക്കാം. എന്തിനാ കർത്താവ് മഹത്വ പ്രത്യക്ഷതയിൽ വരുന്നെന്നുള്ളത് ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഓർത്തൊന്ന് പോവാം. യൂദ 15, യൂദയുടെ ലേഖനം 15-ാം വാക്യം. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട ജാതികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയെ പറ്റിയാണ് യൂദ അവിടെ പറഞ്ഞിരിക്കുന്നത്. സകല മനുഷ്യരെയും ന്യായം വിധിക്കാനാണ് എന്നാണ്. സകല മനുഷ്യരെയും, അന്ന് ജീവനോടിരിക്കുന്ന സകല മനുഷ്യരെയും, പ്രത്യേകിച്ച് ജീവനോട് ഇരിക്കാത്തവർക്കും ചില വിധികൾ വരുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. അതിനാണ് ഇരിക്കുന്നത് എന്ന് വായിച്ചു. ഭക്തികെട്ടവരും തനിക്കെതിരെ പറഞ്ഞവരെയും ഒക്കെ അവരെയൊക്കെ ഇപ്പൊ ബോധം വരുത്താൻ പോവാ. ഇന്ന് ദൈവത്തെ വെറുക്കുന്ന, സത്യദൈവത്തെ വെറുക്കുന്ന, എതിരായി നിൽക്കുന്ന, സത്യദൈവത്തിന്റെ സ്നേഹം സംസാരിക്കുന്നവരെ ഉപദ്രവിക്കുന്ന, വിഷമിപ്പിക്കുന്ന അവരൊക്കെ നമ്മൾ ഓർത്തു. ഇന്ന് കർത്താവ് വന്നാൽ 7 വർഷം കഴിഞ്ഞിട്ടാണ് ഈ തേജസ്സിന്റെ സിംഹാസനം. അപ്പൊ ഇന്ന് ജീവനോടിരുന്ന് വിശ്വാസികളെ, ദൈവത്തെയും ദൈവമക്കളെ ഒക്കെ ഉപദ്രവിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തവരിൽ കുറെ പേർ അന്ന് കാണും. അപ്പൊ അവരെയൊക്കെ ബോധം വരുത്തും. നിങ്ങൾ ചെയ്തത് വലിയ അപരാധമാണ്, വലിയ തെറ്റാണ്, നിങ്ങൾ അതിന്റെ ആ ഗൗരവം അവരെ ബോധ്യപ്പെടാൻ ഇടയാകും എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായി. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, അപ്പൊ സിംഹാസനം വെച്ചു, കർത്താവ് അതിലിരുന്നു, റോയൽ ത്രോണിൽ ഇരുന്നു, ചുറ്റും ധാരാളം ന്യായാസനങ്ങളെ വെച്ചു, അതിൽ നമ്മളും ഇരുന്നു. ഇനി ന്യായവിധി തുടങ്ങാൻ പോവാ. എന്തൊക്കെയാണ് ന്യായം വിധിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ മനസ്സിലാകുമെങ്കിലും ഓർമ്മയെ നിൽക്കത്തില്ല. കുറിച്ചു വെക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. 1 by 1 ആയിട്ട് ഞാൻ പറയാൻ പോവാ. എന്തൊക്കെയാണ്
തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ചെയ്യാൻ പോകുന്നത് എന്ന്. അവിടെ നടക്കുന്ന ന്യായവിധിയെ പറ്റിയാണ് ഇനി ഞാൻ നമ്പർ ഇട്ടായിരിക്കും പറയുന്നത്. ഒന്നാമത് ചെയ്യാൻ പോകുന്നത് വെളിപ്പാട് 19:20 വായിക്കാം. പരിചയമുള്ള വാക്യം, പലപ്പോഴും നമ്മൾ ഈയിടെ വായിച്ചതാണ്. വെളിപ്പാട് 19:20. ആ ന്യായാസനത്തിൽ മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്യിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. നമ്മൾ ഈ വാക്യം നേരത്തെ വായിച്ചതാ. അന്ന് നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് മഹത്വപ്രത്യക്ഷതയെ വന്ന ഉടനെ കുതിരപ്പുറത്ത് ഇങ്ങോട്ട് യഹോശാഫാത്തിലേക്ക് വരികയും ആ സമയത്ത് തന്നെ എതിർക്രിസ്തവും കള്ളപ്രവാചകനും ലോകരാജ്യങ്ങളും എല്ലാം ആ ഭൂമിയിലെ വെള്ളക്കുതിരപ്പുറത്ത് കർത്താവിനോട് യുദ്ധം ചെയ്യാനായിട്ട് വരുന്ന ഉടനെ വന്ന പാടെ ഇവരെ രണ്ടുപേരെയും പിടിച്ചു കെട്ടി നരകത്തിലിട്ടെന്ന് ഒറ്റ വാക്യത്തിൽ പറഞ്ഞിരിക്കുക. പക്ഷെ നമ്മളത് രണ്ടായി ചിന്തിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. പിടിച്ചു കെട്ടി അവിടെ നിർത്തിയിട്ട് അവരുടെ മുൻപിൽ വെച്ച് ഹർമഗദോൻ യുദ്ധത്തിന്റെ 2ാം ഘട്ടം, അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധ അന്ത്യ യുദ്ധം എന്ന് പറഞ്ഞ യുദ്ധം നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സിംഹാസനം വയ്ക്കുന്നത്. ആ യുദ്ധം ഒരു 30 ദിവസം നീണ്ടു നിൽക്കുമെന്ന് നമ്മൾ പഠിച്ചു. 30 ദിവസം ആ യുദ്ധം തീരുന്ന പുറകെ സിംഹാസനം അങ്ങോട്ട് വെക്കുന്നു. കർത്താവ് അതിലിരിക്കുന്നു, ചുറ്റുമ്പായിട്ട് ഇരിക്കുന്നു. ആദ്യം ചെയ്യുന്നത് ഈ പിടിച്ച് കെട്ടി നിർത്തിയിരിക്കുകയാണല്ലോ. അവരുടെ വിശദീകരണമൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എതിർക്രിസ്തു, പിന്നെ അവനെ മൃഗം എന്നാണ് ഇവിടെ പറയുക. അവന്റെ മുദ്ര ഏൽപ്പിക്കുകയും അവനെ നമസ്കരിപ്പിക്കുകയും അനേകരെ നമസ്കരിപ്പിച്ച കള്ളപ്രവാചകൻ അവനെയും പിടിച്ചു കെട്ടി നിർത്തിരിക്കുക. ആദ്യം നരകത്തിലേക്ക് ഇടുന്നു. അപ്പോൾ ആദ്യം നരകത്തിലേക്ക് പോകുന്ന 2 പേർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, 1 എതിർക്രിസ്തു, 2 കള്ളപ്രവാചകൻ. ഇവരെ 2 പേരെയുമാണ് ആദ്യമായിട്ട് നരകത്തിലിടുന്നത്. ഇതാണ് ആ സിംഹാസനത്തിലിരുന്ന് ഒന്നാമത് ചെയ്യുന്ന കാര്യം. ഇനി ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ കാര്യമായിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ജീവനോടിരിക്കുന്ന യഹൂദന്മാരെ എന്ത് ചെയ്യും എന്നാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒരുപാട് യഹൂദന്മാർ ചത്തുപോയി. രക്ഷിക്കപ്പെട്ടവരായും ചത്തു, രക്ഷിക്കപ്പെടാതെയും ചത്തു. പഴയതൊക്കെ ഓർമ്മ വേണം. മഹാപീഡനത്തിന്റെ 2 ഘട്ടത്തിലും സുവിശേഷം അറിയിക്കുന്നുണ്ടായിരുന്നു. അന്ന് ആർക്ക് വേണമെങ്കിലും രക്ഷിക്കപ്പെടാം. ആ രക്ഷിക്കപ്പെടുമ്പോൾ യഹൂദന്മാരും രക്ഷിക്കപ്പെടുകയും രക്ഷിക്കപ്പെടാതിരിക്കുകയും ചെയ്യും. ഏറ്റവും ഒടുവിൽ നിലനിന്നിരുന്ന യഹൂദന്മാർ, ജീവനോടിരുന്നവർ മാനസാന്തരപ്പെട്ടതായി നമ്മൾ കാണുന്നു. 99% ഒന്നേ പറയാൻ നിവർത്തിയുള്ളൂ. അങ്ങനെ രക്ഷിക്കപ്പെട്ട. അപ്പൊ അങ്ങനെ ജീവനോടിരിക്കുന്ന യഹൂദന്മാരുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ 3 ഗ്രൂപ്പുണ്ട്. അത് ശ്രദ്ധിക്കുക. 1, 1,44,000 പേരെ നമുക്ക് ഓർമ്മയുണ്ട്. വെളിപ്പാട് പുസ്തകം എടുക്കണ്ട, 7-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ 12 ഗോത്രങ്ങളിൽ നിന്നായി ഓരോ ഗോത്രങ്ങളിൽ നിന്നും 12,000 പേരെ വീതം രക്ഷിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് യഹോവയുടെ നാമം അവരുടെ നെറ്റിക്ക് എഴുതിക്കൊണ്ട് മുദ്ര കൊടുത്ത് വേർതിരിച്ച് അവരെ മഹാപീഡന കാലത്തെ ഏറ്റവും ഭീകര ജീവിയായ വെട്ടുക്കിളി എന്ന് പേരുള്ള ഒരു ജീവി, അതിന്റെ തേളിന്റെ വാല് പോലുള്ള അത് വെച്ച് കുത്തുമ്പോൾ മനുഷ്യന് ഒരിക്കലും ഏത് മനുഷ്യനും കുത്തു കിട്ടണം, ചാകണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ 5 മാസത്തേക്ക് മരണമില്ലാത്ത കാലമാണ്. അതുകൊണ്ട് മരിക്കുന്നില്ല, വേദന സഹിക്കേണ്ടി വരും. ചാകണമെന്ന് ആഗ്രഹിക്കും, ചത്താൽ മതി, പക്ഷേ ചാകത്തില്ല. അപ്പൊ ആ സമയത്ത് ആ വെട്ടുക്കിളി എന്ന് പേരുള്ള ആ ജീവിയോട് പറയുന്നുണ്ട്, ഈ 1,44,000 പേരെ തൊട്ടു പോകല്ലേ, അവരെ വേദനിപ്പിക്കരുത്. അത് മാത്രമല്ല പിന്നീട് അവരെ ഒരു സുരക്ഷിത സ്ഥലത്ത് സൂക്ഷിക്കുന്നതായി നമ്മൾ കണ്ടു. അപ്പൊ ഈ 12 ഗോത്രത്തിൽ നിന്നും ആദ്യം രക്ഷിക്കപ്പെട്ട ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 പേർക്ക് മുദ്ര കൊടുത്ത് അവരെ സുരക്ഷിതമായി സൂക്ഷിച്ച് അവർ ഇപ്പോൾ നിലവിൽ ജീവനോടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവർ മരിക്കുന്നതായി കാണുന്നില്ല. അങ്ങനെയൊക്കെ വ്യത്യസ്ത പഠിപ്പിക്കൽ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ
ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥനയോട് പഠിച്ച് ദൈവാത്മാവ് ബോധ്യപ്പെട്ടാൽ മതി. പക്ഷേ അതായത് ഈ 1,54,000 പേര് മഹാപഠനകാലത്ത് തന്നെ ചാകുന്നൊക്കെ പഠിപ്പിക്കലുണ്ട്. പക്ഷേ അങ്ങനെ ചാകാനാണെങ്കിൽ പിന്നെ അവരെ എന്തിനാ വേർതിരിച്ചത്? അവർക്ക് എന്തിനാ മുദ്ര കൊടുത്തത്? അവരെ എന്തിനാ വെട്ടുക്കിളി അവരെ തുടരുമെന്ന് പറഞ്ഞത്? അവരെ എന്തിനാ ഒരു സുരക്ഷിത സ്ഥലത്ത് കൊണ്ട് സൂക്ഷിച്ചത്? അപ്പോൾ അതൊക്കെ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന അവർ ജീവനോടുണ്ട്. പിന്നെ യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്ന ഒരു 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 ദർശനമുണ്ട്. അത് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലാണ്. ആ ദർശനത്തിൽ ഇവരെ സിയോൻ മലയിൽ കാണുന്നു എന്ന് പറയുമ്പോൾ അങ്ങ് ചിന്തിച്ചു പോവാണ് ഇവർ ചത്തതുകൊണ്ടാണ്, ഇവരുടെ ആത്മാക്കളാണെന്ന്. അങ്ങനെയില്ല. യോഹന്നാൻ ധാരാളം ദർശനം കാണുന്നുണ്ട്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലാണ് യോഹന്നാൻ സ്വർഗത്തിൽ പോയോ? ഇല്ല. യോഹന്നാൻ പത്മോസിൽ തന്നെയുണ്ട്. പക്ഷേ ദർശനത്തിൽ കാണുകയാണ്, സ്വർഗം കാണുകയാണ്. ഇവിടെ കയറി വരാൻ പറയുന്നു, ഇവിടെ കയറി ചെന്നോ? ഇല്ല, അത് ദർശനത്തിലാണ്. അപ്പൊ അതുപോലെ ദർശനത്തിലാണ് സിയോൻ മലയിൽ കുഞ്ഞാടിനെയും 1,44,000 പേരെയും കാണുന്നത്. അതൊക്കെ വ്യത്യസ്തമായ നിലയിൽ ചിന്തിച്ചാണ് അങ്ങനെയൊക്കെ പോകുന്നത്. അപ്പം ഈ 1,44,000 പേര് അവർ സുരക്ഷിതരായ ജീവനോടുണ്ട്. അവർ രക്ഷിക്കപ്പെട്ടവരാണ്. രക്ഷിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരു അവസരം കിട്ടിയപ്പോൾ പെട്ടെന്ന് അത് പ്രയോജനപ്പെടുത്തി ദൈവഭാഗത്ത് വന്നവരാ. അവരെ നേരെ ദൈവരാജ്യത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുക. അടുത്തത് 1000 ആണ്ട് വാഴ്ചയാണ്. അതിനെ ദൈവരാജ്യവും നമ്മൾ പറയുന്നത്. ആ 1000 വർഷം ജീവിക്കാനുള്ള ഭാഗ്യം അവർക്ക് കൊടുത്തുകൊണ്ട് 1000 ആണ്ട് വാഴ്ചയിൽ ജീവിക്കാനുള്ള അവസരം അവർ കൊടുത്ത് അവരെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. 1,44,000 പേര്. രണ്ടാമത് നമ്മൾ ചിന്തിച്ചു, മുദ്ര കിട്ടിയത് ഇത്രയും പേർക്കേ ഉള്ളൂ. പക്ഷേ ധാരാളം പേർ പിന്നെയും രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 1,44,000 പേര് മാത്രമല്ല, മുദ്ര കിട്ടാത്ത ഒരുപാട് പേരുണ്ട്, പക്ഷെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർ നരകത്തിൽ പോകേണ്ടതില്ല. അതിൽ ജീവനോട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, കാരണം രക്ഷിക്കപ്പെടുന്നവരെ എതിർ ക്രിസ്തു കൊന്നുകളെയാ ചെയ്യുന്നത്. അത് 1-ാം പകുതി ആയാലും കൊള്ളാം, 2-ാം പകുതി ആയാലും കൊള്ളാം. അവനും അവന്റെ ആൾക്കാരും കൊന്നുകളെ, അവന് പരമാധികാരമായതുകൊണ്ട് കൊന്നുകളയാം, അതിന് പ്രശ്നമൊന്നുമില്ല, ചോദ്യവും പറച്ചിലും ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ധാരാളം പേരെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. എന്നാൽ ആരെങ്കിലും ജീവനോടുണ്ടെങ്കിൽ, നമുക്കറിയത്തില്ലല്ലോ, ഇവൻ കൊല്ലപ്പെടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കാം. അതാണ് രണ്ടാമത്തെ കൂട്ടർ. മൂന്നാമത്തേത്, ഏതെങ്കിലും ഒരുത്തൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, യഹൂദൻ രക്ഷിക്കപ്പെടാത്ത ഒരുത്തൻ, അവനങ്ങ് ജീവനോടും ഉണ്ടെന്ന് വിചാരിക്കുക, അവനെ ഇടാൻ വേറെ സ്ഥലമില്ല, അവനെ നരകത്തിലോട്ട് ഇടും. അങ്ങനെ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ കാണത്തില്ലായിരിക്കും, അഥവാ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാ പറയുന്നത്. ഇല്ലെങ്കിൽ ഇല്ല, അഥവാ ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ പറയുന്നുള്ളൂ. അങ്ങനെ പറയാനൊരു കാരണം, നമ്മൾ യെശയ്യാ പ്രവചനം പണ്ട് വായിച്ചപ്പോൾ ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വായിച്ച യെശയ്യാ 59 വായിച്ചു. മടങ്ങി വരുന്നവർക്ക് വേണ്ടി കർത്താവ് വരുന്നെന്ന. അപ്പം മടങ്ങി വരാത്ത ആരെങ്കിലും ഉണ്ടാകാമെന്നൊരു ചിന്ത അവിടെ വരുന്നുണ്ട്. ആരെങ്കിലും മനസാന്തരപ്പെടാതെ ഉണ്ടെങ്കിൽ, യഹൂദന്മാരിൽ മനസാന്തരപ്പെടാതിരിക്കുകയും ജീവനോട് ശേഷിക്കുകയും ചെയ്തെങ്കിൽ അവരെ നരകത്തിലിടും. അപ്പം ജീവനോടുള്ള യഹൂദന്മാരുടെ കാര്യം ഇതാണ്. 3 ഗ്രൂപ്പായി തിരിച്ചു. 1,44,000 പേര് ജീവനോടുണ്ട്, അവരെ 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിപ്പിച്ചു. അതുപോലെ മുദ്ര ലഭിച്ചില്ലെങ്കിലും ആരെങ്കിലും ജീവനോടുണ്ടെങ്കിൽ, നമുക്കറിയത്തില്ല, അവരുണ്ടെങ്കിൽ അവരെ പ്രവേശിപ്പിച്ചു. എന്നാൽ യഹൂദന്മാരിൽ ആരെങ്കിലും രക്ഷിക്കപ്പെടാതിരിക്കുകയും ജീവനോട് ശേഷിക്കുകയും ചെയ്താൽ അവരെ അയക്കാൻ വേറെ സ്ഥലമില്ല. അതുകൊണ്ട് നേരെ നരകത്തിലേക്ക് അയക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ 2-ാം സെക്ഷൻ കഴിഞ്ഞു. ഇനി 3-ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്, യെരുശലേമിനോട് ചേർന്ന് ജീവിച്ചിരുന്ന, യഹൂദന്മാരോട് ചേർന്ന് ജീവിച്ചിരുന്ന ജാതികളുടെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അവർ ജീവനോടിരിക്കുന്നവരാ. ജീവനോടിരിക്കുന്ന കുറെ ജാതികൾ, അവർക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്. പറയാൻ പോകുമ്പോൾ ദീർഘമായ വേദഭാഗമാണ് വായിക്കേണ്ടത്. പറഞ്ഞു പോയാൽ മതിയോ എന്ന് എനിക്ക് അറിയത്തില്ല. വായിച്ചു തന്നെ പോകാം, സമയം കിട്ടുന്നിടത്തോളം നമുക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാതെ ധൃതി വെച്ച് പോയിട്ട് കാര്യം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം, അതിന്റെ 31 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. അത് ശാന്തമായി വായിച്ചാൽ മതി. 31 മുതൽ 40 വരെ വായിച്ചാണ്. മനുഷ്യപുത്രൻ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ചു.
ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളിച്ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും? രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തനെ നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളിച്ചെയ്യും. പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്ക 40 വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വായിക്കണം. ഇപ്പം 40 വരെ മതി. എന്താ വായിച്ചെന്ന് മനസ്സിലായോ? നല്ലവണ്ണം മനസ്സിലാക്കണേ. ഞാൻ അതുകൊണ്ട് ആ സമയം എടുത്താലും വേണ്ടി മുഴുവൻ വായിപ്പിച്ച്. അതായത് ആദ്യ യുദ്ധം, അതായത് ഹർമഗദോൻ യുദ്ധം. ആ യുദ്ധത്തിൽ ആര് തമ്മിലാണ് യുദ്ധം ചെയ്തത്? ലോകരാഷ്ട്രങ്ങളെല്ലാം ഒരു സൈഡിൽ, മറു സൈഡിൽ യഹൂദന്മാർ മാത്രം. അന്ന് ലോകരാഷ്ട്രങ്ങൾ മുഴുവനും കൂടെ അവരോട് യുദ്ധം ചെയ്ത് അവരെ വളരെയധികം ഒരുപാട് പേരെ കൊന്നു കളഞ്ഞു. നമ്മളത് വായിച്ചല്ലോ. സെക്കരിയാവ് 14:2 വായിക്കുന്നില്ല, ഓർത്തോണം. സെക്കരിയാവ് 14:2. അപ്പം ഏതെല്ലാം തരത്തിൽ അവരെ ഉപദ്രവിക്കാവാം നമ്മൾ കണ്ടു. വളരെ ദോഷകരമായ കാര്യം, ദൈവത്തിന്റെ ഒരു തരത്തിലുള്ള അനുവാദവും ഇല്ലാത്ത കാര്യങ്ങൾ. അവരോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് ദൈവത്തിന്റെ പ്ലാനാണ്, അവരെ പഠിപ്പിക്കാൻ വേണ്ടി. അതൊരു ശിക്ഷയായിട്ട്. പക്ഷെ വളരെ മോശമായ കാര്യങ്ങൾ ഒക്കെ അവർ ചെയ്തു. എന്നാൽ അങ്ങനെ ചെയ്തപ്പോൾ യഹൂദന്മാർ വളരെയധികം വിഷമിച്ചു. അവർ വീട് വിട്ടു പോകേണ്ടി വന്നു, അവർ മുറിവേറ്റു, അവർ നഗ്നരായി, വിശപ്പിനും ദാഹത്തിനും ഇല്ലാതെ അവർ യഹൂദ ജാതികൾ അല്ലാത്ത ഇവർ കാണിച്ചു, ഉള്ളിൽ ലഭിച്ചു. ഈ നമ്മൾ ഓർത്തല്ലോ, ഈ 2 സമയത്തും സുവിശേഷം അറിയിക്കുന്നുണ്ട്. രണ്ടാമത്തെ മഹാഭാരതത്തിന്റെ 2ാം പകുതിയിൽ ദൂതന്മാർ ആകാശത്ത് നിന്ന് 3.5 കൊല്ലം സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് മാനസാന്തര അനുഭവം ഉണ്ടായ ചില ജാതികൾ, യഹൂദന്മാരല്ലാത്തവർ, ഇവരെ സഹായിച്ചു. ഇവരെ വീടില്ലാതെ വിഷമിച്ച് കിടന്നവരെ ചേർത്തു കൊണ്ടു, വസ്ത്രമില്ലാതെ കണ്ടവർക്ക് വസ്ത്രം കൊടുത്തു, മുറിവേറ്റവരുടെ മുറിവ് കെട്ടി, വിശന്ന ചിലർക്ക് വിശപ്പിന് കൊടുത്തു, ദാഹിച്ചവർക്ക് ദാഹിക്കും കൊടുത്തു. ഞാൻ അങ്ങ് ലളിതമായി വിശദീകരിച്ച് പറയാം. അപ്പൊ ഇതൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ എല്ലാം അവിടെ മുൻപിൽ കൂട്ടിയതിൽ ഇവരെ വലത്തു ഭാഗത്തോട്ട് അങ്ങ് നിർത്തി. എന്നിട്ട് പറഞ്ഞു, ലോകസ്ഥാപനത്തിന് മുമ്പേ ഒരുക്കിയിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ ഇതെല്ലാം പ്ലാൻഡ് ആണ്, വെൽ പ്ലാൻഡ് ആണ്. ദൈവത്തിന്റെ സർവ്വജ്ഞാനത്തിൽ ഇങ്ങനെ ഒരു 1000 ആണ്ട് വാഴ്ച പ്ലാൻ ചെയ്യുന്നു. നിങ്ങൾ മനുഷ്യരായി അതിലേക്ക് അങ്ങ് പ്രവേശിച്ചോ. 1000 ആണ്ട് വാഴ്ച എന്ന് പറയുക കർത്താവ് നേരിട്ട് ഭരിക്കുന്ന അതിമനോഹരമായ കാലഘട്ടമാണെന്നറിയാം. 1000 കൊല്ലം നീണ്ടു വരും. ഇനി നമ്മളത് പഠിക്കും. 1000 ആണ്ട് വാഴ്ചയെ പറ്റി 4 or 5 ക്ലാസ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. 1000 ആണ്ട് വാഴ്ചയിലെ ആഹാരം, വസ്ത്രം, താമസം, ആരാധന, കൃഷി, യാത്ര തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഓർക്കുക, ആ മനോഹരമായ 1000 ആണ്ട് വാഴ്ചയിലേക്ക് ഇവരെ അങ്ങ് പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്, വലത്തുള്ളവരെ നിർത്തി. അപ്പോൾ അവരെ നീതിമാന്മാരെ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ദൈവം അവരെ നീതീകരിച്ചു. നമ്മുടെ കർത്താവ് അവരെ നീതിമാന്മാരായി എണ്ണി. പ്രധാനമായിട്ട് ഏത് കാരണത്തല്ല നീതിമാന്മാരായിട്ട് അവരെ എണ്ണിയത്? അവരുടെ ഉള്ളിൽ വിശ്വാസമുണ്ട് എന്നുള്ളത് ശരി, അത് കർത്താവിന്റെ സർവ്വജ്ഞാനത്തിൽ കർത്താവിനെ അറിയാം. അതിനപ്പുറത്ത് പ്രത്യക്ഷമായി പറഞ്ഞ എന്താ? നീഡിയായിട്ടുള്ളവർക്ക് അവർ ഒരു അനുഗ്രഹമായി, ഒരു ആശ്വാസമായി നിന്നു എന്നുള്ളതാണ്. ആവശ്യക്കാരായിട്ടുള്ളവരെ, പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഒരാശ്വാസമായിട്ട് അവർ നിന്നു. അത് മുഖാന്തരം അവരെ നീതിമാന്മാരായി എണ്ണി വലത്ത് നിർത്തി 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശനം കൊടുത്തു. എത്ര മനോഹരമാണത്! ഇവിടെ നിന്ന് നമ്മളൊരു ആപ്ലിക്കേഷൻ, ഒരു ആത്മീയ ചിന്ത നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. എന്താ?
നമ്മൾ ഓർക്കണം, നമ്മൾ ദൈവമക്കളെ എത്ര നാള് നമുക്ക് പരമാവധി നമുക്ക് വെച്ചിരിക്കുന്ന ആയുസ് 70 വയസ്സാണ്. 70 വർഷമാണ് ന്യായമായി നമ്മൾ ജീവിക്കേണ്ടത്. 70 കഴിഞ്ഞ് ചിലർ പോകും മുന്നോട്ട്. ഞാനിപ്പോൾ 74 ആകുക, ചിലർ 80 വരെ പോയെന്നിരിക്കും, ചിലപ്പോൾ ചിലർ കുറച്ചുകൂടെ പോയി. പക്ഷെ സാധാരണ ഇതിൽ 70ആണ്. തിരുവഴുത്ത് അങ്ങനെയാണല്ലോ പറയുന്നത്. ഈ ജീവിതം 70, 80, 90 തീരുമല്ലോ. ഞാൻ ഓർപ്പിക്കട്ടെ, സ്നേഹത്തിലും എന്ത് നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്യാം, അത് ചെയ്ത് മാത്രം ജീവിക്കണം. മറ്റുള്ളവർക്ക് നമ്മൾ ആശ്വാസമായിരിക്കണം. അത് ദൈവത്തിന്റെ കണ്ണിൽ വളരെയധികം പ്രസാദകരമാണ്. ഒരു കാരണവശാലും ഒരു സാഹചര്യത്തിലും നമ്മൾ ഒരാൾക്ക് വേദനയാവരുത്. ഞാൻ അത് വളരെ വിനയപ്പെട്ട് കെഞ്ചിക്കേണങ്ങ് പറയുവാണ്. നമ്മൾ മുഖാന്തരം, നമ്മുടെ വാക്കോ പ്രവൃത്തിയോ മുഖാന്തരം ആരും വേദനിക്കരുത്. ഞാൻ ചിലപ്പോൾ ഓർപ്പിച്ചിട്ടുണ്ടല്ലോ, ലോകത്തിൽ കത്തി കൊണ്ടല്ല ഏറ്റവും അധികം പേര് മരിച്ചിട്ടുള്ളത്, നമ്മുടെ നാവ് കൊണ്ടാണെന്ന് ഓർക്കണം. ഇന്നും ചിലർ നമ്മുടെ നാവിനാൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ ചില വാക്ക് വേദനിപ്പിച്ചിട്ട് അവരുടെ ഉള്ളിൽ സംഘർഷമുണ്ടായി, ചിലർ ഹാർട്ട് അറ്റാക്ക് വന്നു, ചിലരുടെ പ്രഷർ കൂടി, ചിലരുടെ നരമ്പ് പൊട്ടി, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ടെന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ ചിലപ്പോൾ അത്ര ഗൗരവമൊന്നും എടുത്തു കാണത്തില്ല, പക്ഷെ അവരെ അത് വേദനിപ്പിച്ചു, അവർക്ക് മാനസിക സംഘർഷമുണ്ടായി, അവർ മരണത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരിക്കലും നമ്മൾ മുഖാന്തരം വരരുത്. ഒരു തുള്ളി കണ്ണുനീര് ആരുടെയും കണ്ണിൽ പൊടിയാൻ നമ്മൾ ഇടയാകരുതെന്ന് മാത്രമല്ല, ചെയ്യാവുന്ന സഹായമെല്ലാം ചെയ്തോണം. പിന്നെയും ഞാൻ ഓർപ്പിക്കുകയാണ്, 100 രൂപ കർത്താവ് നമ്മുടെ കയ്യിൽ തന്നാൽ നമ്മുടെ പോക്കറ്റിലിടാനല്ല അത്, നമുക്ക് തോന്നിയ പോലെ ഉപയോഗിക്കാനല്ല അത്. അതിൻ്റെ ഒരു നല്ല പങ്ക് ദൈവനാമ മഹത്വത്തിനായിട്ടാണ്. ആത്മീയ കാര്യങ്ങൾക്കും നീഡിയായിട്ടുള്ളവർക്കും, അത് വിശ്വാസികൾക്ക് മാത്രമല്ല അവിശ്വാസികൾക്കും കൊടുക്കണം. ഗലാത്യർ 6:10 അത് പറയുന്നുണ്ട്. എന്നാൽ 1-ാം സ്ഥാനം നമ്മളോട് കൂടെ കർത്താവിനെ ആരാധിക്കുന്നവർക്കുണ്ട്. ഞാനിത് പലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഞാൻ ആവർത്തിക്കുകയാണ്. നോക്കുക, ഇവിടുന്ന് അത് പഠിക്കണം. അപ്പോൾ അവർക്ക് ചെയ്യുന്നത്, ഒരു പ്രയാസം അനുഭവിക്കുന്ന വേദനിക്കുന്ന ഒരാൾക്ക്, വിശക്കുന്ന ഒരാൾക്ക് ആഹാരം കൊടുത്താൽ, ദാഹിക്കുന്ന ഒരാളിന് വെള്ളം കൊടുത്താൽ, വീടില്ലാത്തവർക്ക് ഒരു വീടുണ്ടാക്കി കൊടുത്താൽ, അതെല്ലാം ദൈവത്തിന് ചെയ്തതായി ദൈവം കണക്കെടുക്കുക. ഓ പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ചെയ്തതായി കണക്കിടുക. അതിൻ്റെ നന്മയും അനുഗ്രഹങ്ങളും നമ്മൾ ഇവിടെ അല്ലെങ്കിൽ അവിടെ ഉറപ്പായിട്ടും അനുഭവിക്കും. അപ്പൊ അത് പ്രത്യേകം ഓർക്കണം. ഇത് പറയുമ്പോൾ നമുക്ക് സ്പിരിച്വൽ ആപ്ലിക്കേഷൻ കൂടെ പറയണമല്ലോ, നമുക്ക് പ്രയോജനമുള്ളതുകൊണ്ട് പറയണമല്ലോ. അതുകൊണ്ട് ഞാനത് പറയുക ചെയ്ത്. അപ്പോൾ അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ വലത്ത് നിർത്തിയവരെ മുഴുവൻ, അങ്ങനെ ചെയ്തവരെ ഒക്കെ നീതിമാന്മാരെ എണ്ണി വലത്ത് നിർത്തി നേരെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിപ്പിച്ചു. ഇനിയും അതുപോലെ നീഡിയായിട്ടുള്ളവരെ കണ്ടിട്ട് മനസ്സലിയാതെ അവർക്കൊരു ഗുണം ചെയ്യാഞ്ഞവർ, അവരുടെ കാര്യമാണ് മത്തായി 41 മുതൽ 46 വരെ. അത് മുഴുവൻ വായിക്കുന്നില്ല, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് മുഴുവൻ വായിക്കുന്നില്ല. 2 വാക്യങ്ങൾ വായിക്കാം. ഒന്ന് 41, മറ്റൊന്ന് 46. 2 പേരായിട്ട് വായിച്ചാട്ട്. 41 ഒരാൾ വായിച്ചാൽ, 46 ഇനി ഒരാൾ വായിച്ചാട്ട്. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. ഇനി 46 വായിച്ചാട്ട്. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. നോക്കുക, അവിടെ പറഞ്ഞു വെച്ചത്, ആവശ്യക്കാരെ കണ്ടിട്ട്, നീഡിയായിട്ടുള്ളവരെ, വിഷമിക്കുന്നവരെ കണ്ടിട്ട് അവർക്ക് സഹായം ചെയ്തില്ല. ദാഹിച്ചവരെ കണ്ടിട്ട് ദാഹജലം കൊടുത്തില്ല, വിശക്കുന്നവർക്ക് വിശപ്പിനും കൊടുത്തില്ല, ഭക്ഷണം വീടില്ലാത്തവരോട് കരുണ കാണിച്ചില്ല. അങ്ങനെ ഉള്ളവരോട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് കണ്ടല്ലോ, അവരെ ശപിക്കപ്പെട്ടവരെ എന്നാ. ദൈവമേ, എത്ര ഭയങ്കരമാണ്. നമ്മളെ ഏത് ശപിക്കപ്പെട്ടവരെ എന്ന് വിളിക്കുമോ? രക്ഷിക്കപ്പെട്ടെന്നൊക്കെ ഉള്ളത് ശരിയാണ്, അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യാം. പക്ഷെ അത് മതിയോ? ശപിക്കപ്പെട്ടവരെ എന്നാ വിളിച്ചിരിക്കുന്നത്. ഒരു നീഡിയെ കണ്ടിട്ട് സഹായിക്കാൻ അത് ആയിട്ടാണ് അവരെ കഴിക്കുക, സഹായിക്കാൻ. അവർ രക്ഷിക്കപ്പെട്ടിട്ടും അങ്ങനെ ചിന്തിക്കരുത്. രക്ഷിക്കപ്പെട്ടിട്ടും അല്ല, അവർ രക്ഷിക്കപ്പെട്ടവരല്ല, ജാതികളാണ് അവർ.
അവർ രക്ഷിക്കപ്പെട്ടില്ല, അവർ നീതിമാന്മാരായിട്ടില്ല, നീതീകരിക്കപ്പെട്ടിട്ടില്ല. അവരുടെ ഹൃദയം കഠിനമായി അവർ പോയി. നമ്മള് വിശ്വാസികളായിട്ടുള്ള നമ്മളത് ചെയ്തില്ല നരകത്തിൽ വിടുമെന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെ ചിന്തിക്കത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. പക്ഷേ ദൈവത്തിനത് പ്രസാദകരമല്ല നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ. രക്ഷിക്കപ്പെട്ട നമ്മളൊക്കെ ഇത് ചെയ്യണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ നീഡിയായിട്ടുള്ളവരെ സഹായിച്ചവരെ 1000 ആണ്ട് വാഴ്ചയിലെ പ്രവേശിച്ചു. നീഡിയായിട്ടുള്ളവരെ സഹായിക്കാഞ്ഞവരും അവർ നീതീകരിക്കപ്പെട്ടില്ല. അവരുടെ ഹൃദയത്തിൽ ദൈവം വന്ന് കർത്താവ് വന്നില്ല. അപ്പൊ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം, രക്ഷിക്കപ്പെട്ടവർ ഇത് ചെയ്തിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഹൃദയത്തിൽ കർത്താവിനെ സ്വീകരിച്ചവർ ചെയ്തിരിക്കും. അവർക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഓരോരുത്തരും ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചാട്ട്. നാളെ ഇത് യൂട്യൂബിലൊക്കെ വരുന്ന കാലത്തും എന്ന് വരുമെന്ന് നമുക്കറിയത്തില്ല. വരുന്ന കാലത്തും ഇത് കേൾക്കുമ്പോൾ ഓരോരുത്തർ ചിന്തിക്കട്ടെ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. ഈ സമയത്ത് എന്നോടൊരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഈ പ്രസംഗിക്കത്തില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഈ ഭാഗം പ്രസംഗിക്കുമായിരുന്നില്ല എന്ന് മാത്രം ഞാൻ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോവാം. അപ്പോൾ അവരെ മുഴുവൻ നരകത്തിലേക്ക് ഇടുന്നു. അപ്പൊ നരകത്തിൽ പോകുന്ന രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് മഹാപീഡന കാലത്ത് യഹൂദൻ ഒരു ആവശ്യം വന്നപ്പോൾ, അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്നവരെ ഒരു തരത്തിൽ സഹായിക്കാതിരുന്നവരെ നരകത്തിലേക്ക് ഇടുന്ന കാര്യമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്, ഇനിയും രക്ഷിക്കപ്പെട്ട ജീവനോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് പറയാൻ പോകുന്നത്. രക്ഷിക്കപ്പെട്ടവരിൽ നമ്മൾ കണ്ടല്ലോ, രക്ഷിക്കപ്പെടുന്നവരെ മുഴുവൻ എതിർ ക്രിസ്തു അതിന്റെ ആൾക്കാരെ കൊണ്ട് കൊന്നുകളെയാണ് പതിവ്. എന്നാൽ ആരെങ്കിലും ചിലപ്പോൾ ജീവനോടുണ്ടെങ്കിൽ അവരെയും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കും. അവർക്കും 1000 ആണ്ട് വാഴ്ചയിലേക്കുള്ള പ്രവേശനം കൊടുക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതാണ് മൂന്നാം ഘട്ടമാണത്. ഒന്നാം ഘട്ടത്തിൽ എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവനെയും നരകത്തിലിരുന്നു. രണ്ടാം ഘട്ടത്തിൽ ജീവനോടിരുന്ന യഹൂദന്മാരെ 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിപ്പിച്ചു. മൂന്നാം ഘട്ടത്തില് ജാതികളായിട്ടുള്ളവരോടുള്ള ബന്ധത്തിൽ യഹൂദനെ സഹായിച്ചവരെ 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിപ്പിച്ചു. സഹായിക്കാഞ്ഞവരെ നരകത്തിലേക്ക് ഇട്ടു. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മരിച്ചവരുടെ കാര്യമാണ്. 1000 ആണ്ട് വാഴ്ച മരിച്ചവരെന്നല്ല, പൊതുവായി മരിച്ചവരുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. സോറി. നമുക്ക് ഒരു വാക്യം വായിച്ചുകൊണ്ട് വേണം തുടങ്ങാൻ. വെളിപ്പാട് 11:18 വായിക്കാം. വെളിപ്പാട് 11:18. വെളിപ്പാട് 11:18. നിന്റെ കോപം വന്നു മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിപ്പാനുമുള്ള കാലവും വന്നു. നന്നായിട്ട് ശ്രദ്ധിച്ചാലേ വാക്യം മനസ്സിലാകത്തുള്ളൂ. ജാതികൾ കോപിച്ചു. ജാതികൾ എന്ന് പറയുന്നത് ഇതിവിടെ നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത് ഹർമഗദോൻ യുദ്ധത്തിന്റെ ഒന്നാം ഘട്ടമാണ്. അത് മനസ്സിൽ വരണം. അത് ജാതികൾ, അതായത് യഹൂദന്മാരല്ലാത്തവരെല്ലാം കോപിച്ചിട്ടാണ് ഇസ്രായേലിനെ യുദ്ധം ചെയ്ത് അവരെ തകർത്ത് കളഞ്ഞത്. അടുത്തത് നിന്റെ കോപം വന്നു. അത് കർത്താവിന്റെ കോപമാണ്. അത് രണ്ടാം ഘട്ടമാണ്. ഹർമഗദോൻ യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ കർത്താവ് കോപിച്ചു. അവരെ യഹൂദന്മാരോട് ഉപദ്രവം കാണിച്ചവരോട് ന്യായം വിധിച്ചു. അതാണ് നിന്റെ കോപവും വന്നു. എന്നിട്ട് മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും, ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ചാണ് പറയുന്നത്. അതായത് നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് പഴയ നിയമകാല വിശുദ്ധന്മാരാണ്. കാരണം പ്രവാചക കാലഘട്ടമാണ് പഴയ നിയമം എന്ന് പറയുന്നത്. പഴയ നിയമ കാലഘട്ടത്തിന്റെ ഒരു പൊതു പേര് പ്രവാചക കാലഘട്ടം എന്നാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ അതുണ്ട്. ദൈവം പണ്ട്
ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. ഇനിയും ലൂക്കോസ് 16:16 ഒന്ന് വായിച്ചേരെ. അത് പലപ്പോൾ വായിച്ചിട്ടുണ്ടെന്നാലും ലൂക്കോസ് 16:16. ലൂക്കോസ് 16:16. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ. അത് മർക്കോസ് അല്ലയോ? ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. അന്ന് മതി ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലഘട്ടം യോഹന്നാൻ സ്നാപകൻ വരെ. യോഹന്നാൻ യോഹന്നാൻ സ്നാപകനാണ്. അപ്പൊ യോഹന്നാൻ സ്നാപകന്റെ കാലഘട്ടത്തോടുകൂടെ പ്രവാചക കാലഘട്ടം. അപ്പൊ പഴയ നിയമ കാലഘട്ടം എന്ന് പറയുന്നത് പ്രവാചക കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുക്കും. അപ്പം പഴയ നിയമ വിശുദ്ധന്മാർക്ക് പ്രതിഫലം കൊടുക്കാൻ പോവാ. ഇപ്പൊ പഴയ നിയമ വിശുദ്ധന്മാർ ആരും ഇല്ല, അപ്പൊ മരിച്ചവരാ. ആ പ്രതിഫലം കൊടുക്കണേ എന്ത് ചെയ്യണം? ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടാണ് പ്രതിഫലം കൊടുക്കുന്നത്. അപ്പൊ ഈ തേജസിന്റെ സിംഹാസനത്തിന് മുൻപിലേക്ക് പഴയ നിയമ വിശുദ്ധന്മാരെ കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഓർക്കണം, പഴയ നിയമ വിശുദ്ധന്മാരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ഇവിടെയാണ്. ഇനി ഞാന് ഒരു പാഠം എടുക്കുന്നുണ്ട്. ഒന്നാം പുനരുത്ഥാനവും രണ്ടാം മരണവും എന്നൊരു ക്ലാസ് വരും. അത് അടുത്ത ക്ലാസ് ആണോ എന്ന് എനിക്കറിയത്തില്ല. അന്നേരം ഇതിന്റെ കൂടുതൽ വിശദീകരണം തരാം. ഇപ്പൊ ഇത്രയും ഓർക്കുക, തേജസിന്റെ ന്യായാസനത്തിൽ ഇരുന്ന് മരിച്ചവരോടുള്ള ബന്ധത്തിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, പഴയ നിയമ വിശുദ്ധന്മാർ അവരിതുവരെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. പഴയ നിയമ വിശുദ്ധന്മാരെ പഴയ നിയമ വിശുദ്ധന്മാരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് തേജസിന്റെ സിംഹാസനത്തിന് മുൻപിലാണ്, മഹാപീഡനകാലത്തിന്റെ ഒടുവിലാണ്. തന്നെയുമല്ല അവർക്ക് പ്രതിഫലവും ഉണ്ട്. പഴയ നിയമ വിശുദ്ധന്മാർക്ക് പ്രതിഫലം ഉണ്ടെന്നുള്ളത് ദാനിയേൽ 12:13 വായിക്കാം. ദാനിയേൽ 12:13. ദാനിയേൽ 12:13. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. അത് ദാനിയേലിനോട് യഹോവയായി ദൈവം പറയുന്ന കാര്യം. നീ പൊയ്ക്കൊള്ള എന്ന് പറയുന്നത് മരിച്ചിട്ടല്ല. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. മരിച്ച ദാനിയേലിനോടല്ല, മരിച്ചു കഴിഞ്ഞു അല്ല പറയുന്നത്. ജീവനോട് ഇരിക്കുമ്പോഴാണ് നീ പൊക്കോ, നീ പോയി നിന്റെ ശുശ്രൂഷ തുടർന്നു. അത് കഴിയുമ്പോൾ നീ മരിക്കും. മരിച്ചു കഴിഞ്ഞിട്ട് നിന്റെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയത്ത് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും നീ ചെയ്ത ശുശ്രൂഷയ്ക്കനുസരിച്ചുള്ള പ്രതിഫലം ഓഹരി നിനക്ക് കിട്ടുമെന്ന്. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പലരും ഈ മരണം അടക്കം നടക്കുമ്പോൾ ഫ്യൂണറലിന് യാത്രയപ്പെന്ന് പറയുന്നത് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ വാക്യം പറഞ്ഞേക്കുന്നത് മരിച്ച ദാനിയേലിനോടല്ല, ജീവനോട് ഇരിക്കുന്ന ദാനിയേലിനോട് അപ്പൊക്കോളം പറഞ്ഞത്. അത് യാത്ര പറഞ്ഞു വിടുക ചെയ്യുന്നത്. അപ്പൊ മരിച്ചവരെ നമുക്ക് യാത്ര അയക്കാൻ പറ്റത്തില്ല. നമ്മൾ നേരത്തെ ചിന്തിച്ചു, ഇനി അത് ഓർത്തോണം. യാത്രയപ്പ് യോഗവും അല്ലത് ഹോം ഗോയിങ് കോളെന്നും പറയുന്നതും അത്രയും ശരിയല്ല. വചനാനുസരണം നമ്മളതൊക്കെ ശരിക്കും ചിന്തിക്കുമ്പോൾ നമ്മൾ വചനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണല്ലോ. അതുകൊണ്ട് അത് ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എപ്പോഴാണ് പ്രതിഫലം കൊടുത്ത്? നീ കാലാവസാനത്തിൽ നീ എഴുന്നേറ്റ് വരും, അത് നിന്നെ ഉയർപ്പിക്കുമെന്ന്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് പഴയ നിയമ വിശുദ്ധന്മാരെ യേശു കർത്താവ് തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് പ്രതിഫലം കൊടുക്കും. ഓർക്കുക, ആരുണ്ട് കൂടെ? കർത്താവ് ചെയ്യുമ്പോൾ നമ്മളും കൂടാ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലോകത്തെ വിധിക്കാൻ, ലോകത്തെ ഭരിക്കാൻ മാത്രമല്ല, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും കഴിയും. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു കാലമുണ്ട്. നമ്മൾ പഴയ വിശുദ്ധന്മാരെല്ലാം നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോവാ. നമ്മളെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ കാന്തയായി നമ്മളായതുകൊണ്ട് നമുക്ക് പങ്കാളിത്തമാണ്. നമ്മൾ കൂടെ അത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. അത്രയ്ക്ക് മനോഹരമാണ് കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഒന്ന്, പഴയ വിശുദ്ധന്മാരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പ്രതിഫലം കൊടുക്കുന്നു. എവിടെ? തേജസ്സിന്റെ സിംഹാസനത്തിൽ. 2, വെളിപ്പാട് 20:4. വെളിപ്പാട് 20:4 നേരത്തെ വായിച്ചതാണ്, എന്നാലും ഒന്നുകൂടെ വായിക്കണം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും
നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. ആരുടെ കാര്യമാണ് പറഞ്ഞെന്ന് മനസ്സിലായോ? മഹാപീഡന കാലത്ത് രക്ഷിക്കപ്പെട്ട് എതിർ ക്രിസ്തുവിനാൽ കൊല്ലപ്പെട്ടവരുടെ കാര്യമാണ് പറയുന്നത്. മഹാപീഡന കാലത്ത് ധാരാളം പേര് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവരെയൊക്കെ എതിർ ക്രിസ്തു ന്യായമായിട്ടും മിക്കവാറും പേരെല്ലാം കൊന്നുകളഞ്ഞു. അവരെ എന്ത് ചെയ്യാൻ പോവാ? അവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അവർ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നെന്ന് മാത്രമല്ല, അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോട് കൂടെ ഭരണം കൊടുക്കാൻ പോവാ. 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോട് കൂടെ ഭരണം അവർക്കുണ്ട്. അപ്പോ അത് നമ്മൾ ഇനിയൊരു ക്ലാസ് വരുന്നുണ്ട്, 1000 ആണ്ട് വാഴ്ചയിൽ ആരൊക്കെയാണ് ഭരണത്തിലെന്ന്. അപ്പൊ നമ്മൾക്കത് കൂടുതൽ മനസ്സിലാകും. അപ്പൊ ഇപ്പൊ ഓർക്കുക, പഴയ നിയമ വിശുദ്ധന്മാരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്കും 1000 ആണ്ട് വാഴ്ചയിൽ ഭരണാവകാശം. മരിച്ചവരായതുകൊണ്ട് ഓർക്കണം, പുനരുത്ഥാന ശരീരത്തിലാണ് അവർ, മനുഷ്യരല്ല. മനുഷ്യരാരാണെന്ന് നമ്മൾ നേരത്തെ കണ്ടു, 1,44,000 പേരും പിന്നെ ജീവനോട് ഇരിക്കുന്ന വിശുദ്ധന്മാരുമാണ് 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കുന്ന മനുഷ്യരെ. പക്ഷെ ഇത് മനുഷ്യരല്ല, തേജസ്കരിക്കപ്പെട്ടവരായി അല്ലെ പുനരുത്ഥാന ശരീരത്തിൽ 1000 ആണ്ട് വാഴ്ചയിലുള്ളവരാണ് പഴയ നിയമ വിശുദ്ധന്മാരും അതുപോലെ മഹാപീഡന കാലത്തെ രക്തസാക്ഷികളും. അവരും ഉയർത്തെഴുന്നേറ്റ് അവരും പിന്നെ ഭരണത്തിലായിരിക്കും എന്നുള്ളതാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പോൾ മരിച്ച 2 കൂട്ടം ആൾക്കാരെ ആ സമയത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഇതിപ്പോൾ പൂർണ്ണമായി മനസ്സിലാകാത്തവർക്ക് അടുത്ത മറ്റൊരു ക്ലാസ്സിൽ മനസ്സിലാവും. അത് ഞാൻ ഓർപ്പിച്ചു. ഞാൻ നോക്കട്ടെ, അടുത്ത ക്ലാസ് നമ്മൾ വരാൻ പോകുന്നത് അതെ, അടുത്ത ക്ലാസ് നമ്മൾ ഏതാണ്? 1-ാമത്തെ പുനരുത്ഥാനവും 2-ാമത്തെ മരണവും. നന്നായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. അത് പഠിക്കണം, അത് നമ്മൾ നന്നായിട്ട് അത് എടുക്കും. അപ്പോൾ നമുക്കത് മനസ്സിലാകും എന്താണ് ഈ 1-ാമത്തെ പുനരുത്ഥാനം, എന്താണ് 2-ാമത്തെ മരണം എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും അടുത്ത ക്ലാസ്സിലാണ്. അപ്പോൾ ഈ അവരെയും നരകത്തിൽ അല്ല, ഇവരെയും പഴയ നിയമ വിശുദ്ധന്മാരെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോട് ഭരണം, മഹാപീഡനകാല രക്തസാക്ഷികളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവരും കർത്താവിനോട് ഭരണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്, അതുകൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അത് വെളിപ്പാട് 20-ന്റെ 2-3 കൂടെ വായിച്ചാട്ടെ. വെളിപ്പാട് 20-ന്റെ 2-3. അവൻ സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചു വിടേണ്ടതാവുന്നു. ഇത് നമ്മൾ ഒരു പാഠമായിട്ട് പഠിക്കുന്നുണ്ട്. സാത്താന്റെ ബന്ധനം എന്നൊരു ക്ലാസ് നമ്മൾ എടുക്കുമ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ കൂടുതൽ പറയാം. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്ന കാര്യം എന്താന്ന് പറയാം. നമ്മുടെ കർത്താവ് തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് കൊടുക്കുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പിശാചിനെയും അവന്റെ ദൂതന്മാരെയും അഗാധ കൂപത്തിൽ പൂട്ടിയിടാൻ പോവാ. അഗാധ കൂപത്തെ പറ്റി നമ്മൾ പഠിച്ചത് ബോട്ടംലെസ് പിറ്റ് നമ്മൾ പഠിച്ചതാണ്. അവിടുന്നാണ് ഈ വെട്ടുക്കിളി എന്ന് പറയുന്നത്. നേരത്തെ ചിന്തിച്ച വെട്ടുക്കിളി വരുന്നത് അത് അതിനകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന വെട്ടുക്കിളികളാണ് അന്ന് വരുന്നത് മഹാപീഡന കാലത്ത്. പക്ഷെ മഹാപീഡന കാലത്തിന്റെ ഒടുവ് തേജസ്സിന്റെ സിംഹാസനം വരുമ്പോഴേക്ക് ഇവരെ കൂടെ, ഈ പിശാചിനെ അവന്റെ ദൂതന്മാരെ കൂടി ഈ കുഴിക്കകത്തിടുക, അഗാധ കൂപത്തിൽ ഇടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ കൂടുതൽ പഠിക്കും, അപ്പൊ നമുക്കത് കുറെ കൂടെ മനസ്സിലാവും. അപ്പൊ ഇത്രയും ന്യായവിധിയാണ് നടക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത്. ഇനി എനിക്ക് ആവർത്തിച്ച് പറയാൻ നിവൃത്തിയില്ല. എഴുതി വെച്ച് നോക്കിയാ പറഞ്ഞു വന്ന് അങ്ങനെ പറ്റുമല്ലേ, ഓർമ്മയിൽ ഇതെല്ലാം നിൽക്കുകയില്ല. അപ്പൊ എല്ലാവരും അതങ്ങനെ ശ്രദ്ധിക്കണം. ഇതിന് എത്ര ദിവസം എടുക്കുമെന്നൂടെ പറഞ്ഞ് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കും. അതായത് ഈ ന്യായവിധിക്ക് എടുക്കുന്ന ദിവസങ്ങൾ എത്ര എന്ന് അനുമാനിക്കാൻ കഴിയുന്ന ഒരു വാക്യം, അത് ദാനിയേൽ 12:12 ദാനിയേൽ 12:12. അതുകൂടെ വായിച്ച് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുക. ദാനിയേൽ 1335 ദിവസത്തോളം കാത്തു ജീവിച്ചിരിക്കുന്നവൻ ഭാഗ്യവാൻ. മതി. 1335 ദിവസം കണക്ക് മനസ്സിലൊക്കെ കൂട്ടാൻ കഴിയുന്നവർക്ക് എളുപ്പമാണ്. അതായത് മഹാപീഡനത്തിന്റെ മധ്യഭാഗത്ത് വെച്ചാണ് എതിർ ക്രിസ്തു മൃഗമാകുന്നു, ദൈവാലയം നശിപ്പിക്കുന്നു, ആരാധന നിർത്തുന്നു, എല്ലാം ഇവൻ കയറി
വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നു. അതെല്ലാം മഹാപീഠത്തിന്റെ നടുവിലാണ്. അത് കഴിഞ്ഞ് പിന്നീട് മഹാപീഠന കാലം 1260 ദിവസമാണ്. 1260 ദിവസമാണ് കർത്താവ് സ്വർഗത്തിൽ നിന്ന് വിശുദ്ധ ദൂതന്മാരും സഭയുമായിട്ട് ലോകത്തിലേക്ക് വരുന്നത്. അതിനെ തുടർന്ന് 30 ദിവസമാണ് യുദ്ധം. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച 1290. 1260 ദിവസം എന്ന് പറയുന്നത് നമ്മൾ 11 അല്ലേ? അതെ. ദാനിയേൽ 12:11 1290 ദിവസം ചെല്ലുമെന്നൊരു കണക്ക്. ആ കണക്കിനകത്ത് 1260 മഹാപീഠനമാണ്. അത് കഴിഞ്ഞൊരു 30 ദിവസം കാണുന്നത് യുദ്ധമാണ്. ആ യുദ്ധം കഴിഞ്ഞ ഉടനെയാണ് സിംഹാസനം വെക്കുന്നത്. ഇവിടെ ഇത് 1235 ദിവസം വരുന്നത്. അപ്പൊ അതെ 1335. അപ്പൊ 1290 കഴിഞ്ഞ് 1335 ദിവസം വരണമെങ്കിൽ 45 ദിവസമുണ്ട്. 90 കഴിഞ്ഞൊരു 10, പിന്നെ 35, 35, 45. ഈ 45 ദിവസമാണ് ഈ സിംഹാസനത്തിന്റെ റോയൽ ത്രോൺ ജഡ്ജ്മെന്റ്, തേജസ്സിന്റെ സിംഹാസനത്തിരുന്ന ന്യായവിധിക്ക് എടുക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ അവിടെ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കുറെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അന്ന് വരെ ജീവിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്നാണ് പറഞ്ഞത്. കാരണം ആ ജീവിച്ചിരിക്കുന്നവർക്ക് 1000 ആണ്ട് വാഴ്ചയിൽ മനുഷ്യരായിട്ട് ജീവിക്കാം. അതാണ് അതിന്റെ ഭാഗ്യം. അന്ന് വരെ മഹാപീഠന കാലത്ത് കൊല്ലപ്പെടാതെ രക്ഷിക്കപ്പെട്ട് അതുവരെ ജീവിച്ചിരിക്കുന്നവർക്ക് 1000 ആണ്ട് വാഴ്ചയിൽ മനുഷ്യരായി കർത്താവിന്റെ ഭരണത്തിന്റെ കീഴിൽ, മനുഷ്യൻ സ്വപ്നം കണ്ട ഭരണത്തിന്റെ കീഴിൽ ഒരു രാജാവ് നീതിയോടെ വാഴുമെന്ന് വായിക്കുന്ന ആ അനുഗ്രഹീതമായ സാഹചര്യത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കർത്താവ് ധാരാളമായിട്ട് എല്ലാവരും സഹായിക്കട്ടെ. സംബന്ധിച്ച് എല്ലാവർക്കും നന്ദി പറയുന്നു. പൂർണ്ണമായിട്ട് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പതുക്കെയൊക്കെ പറഞ്ഞതെങ്കിലും ആവർത്തിക്കുമ്പോൾ മനസ്സിലാകും. എല്ലാവർക്കും നന്ദി. അടുത്ത ചൊവ്വാഴ്ച കർത്താവിന്റെ ഒരു താമസം നമുക്ക് ഒരുമിച്ച് കാണാം. കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കണം. താങ്ക് യു ബ്രദർ അനിയൻ വർഗീസ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം വളരെ ശ്രദ്ധയോടുകൂടെ നമുക്ക് പറഞ്ഞു തരുവാൻ ദൈവം പ്രിയദാസിനെ സഹായിച്ചല്ലോ. അത് നമ്മളത് ഒന്നുകൂടെ ധ്യാനിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുവാനും തുടർന്ന് അതിനായിട്ട് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാനും ഈ മഹാപീഡന കാലത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളത് അന്ന് നമ്മൾ ഉണ്ടായിരിക്കത്തില്ല. നമ്മള്